ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈസ്റ്ററിന് തലേദിവസം അന്ന് ഈസ്റ്ററിന് രാത്രിയിൽ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ അന്ന് ഇറച്ചിയൊക്കെ വൈകിട്ട് എല്ലാം റെഡിയാക്കി വെക്കും, കറിയൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി. അപ്പോൾ രാത്രിയിൽ എന്തായാലും താമസം ഉണ്ടാകും. ഒരു 2:30 മണിയൊക്കെ ആവും നമ്മൾ പള്ളിയിൽ നിന്ന് വീട്ടിലെത്താൻ വേണ്ടി. പിന്നെ വന്ന് കിടന്നുറങ്ങി എന്തായാലും ഞായറാഴ്ച എണീക്കുമ്പോൾ വൈകും. അപ്പോൾ കറിയൊക്കെ ആക്കി വെച്ച് പോകാമെന്ന് വിചാരിച്ചു. സിബു ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കി നമ്മൾ കറിയാക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ വലിയ നമ്മൾ അധികം കൂടുതൽ വിഭവങ്ങളോ വലിയ ആഘോഷങ്ങളോ അങ്ങനെയൊന്നുമില്ല. വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ആരും വരാനൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. എങ്ങും പിന്നെ പ്രത്യേകിച്ച് പോകുന്നുമില്ല. വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ആഘോഷം. പിന്നെ കഴിഞ്ഞിട്ട് പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ഞായറാഴ്ച വൈകിട്ട് മലയാറ്റൂർ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെയും പോയി കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ പള്ളിയിൽ ഉയർപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടും ഒക്കെ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ പള്ളികളിലും നമ്മൾ ഈസ്റ്ററിൻ്റെ ഉയർപ്പ് തിരുനാൾ നല്ല വീഡിയോ പോലെ എന്താ പറയുക, ഒരു ആളുകളൊക്കെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോട്ടയ്ക്കാവ് പള്ളിയിലും ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ നല്ല ഉയർപ്പിൻ്റേതായ ഒരു ആവിഷ്കാരം. രാത്രിയിൽ നമ്മളത് ഓഡിറ്റോറിയത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രദക്ഷിണം പോലെ പള്ളിയിലേക്ക് വന്നിട്ടായിരുന്നു കുർബാനയൊക്കെ നടത്തിയത്. അപ്പോൾ അതിൻ്റേതെല്ലാം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. തുറന്നിരിക്കുന്നതായി അവർ കണ്ടു.
ആഗ്രഹിച്ചു. ഇപ്പോൾ ഇത് അവനവനെ എന്നേക്ക് പോയി. ദൈവപുത്രൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുള്ളതല്ലേ, പിന്നെ നീ എന്തിനു കരയുന്നു? അതെ, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു. അതെ, അവൻ സത്യമായി ഉയർത്തെഴുന്നേറ്റു.